ഉസ്താദ്, ഓട്ടപ്പടവ് മഹല്ല് ജുമാ മസ്ജിദിന്റെ ഭാരവാഹികളെ, കമ്മിറ്റി മെമ്പർമാരെ, മഹല്ല് നിവാസികളെ, പരിസര മഹല്ലുകളിൽ എത്തിച്ചേർന്ന പ്രഗത്ഭരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഞാൻ തീരെ ഒച്ചല്ലാത്ത എനിക്ക് നല്ല മൈക്ക് വേണം. ഇത് സാധാരണ ഉസ്താദ് മതിയാവും ചിലപ്പോ. എനിക്ക് നല്ല മൈക്ക് വേണം, അപ്പോഴേ പറയാൻ കഴിയും. സൗണ്ട് പോയി. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. എന്ത് നമുക്ക് പിന്നെ ഈ റെക്കോർഡിംഗ് ഒക്കെ ഖുതുബന്റെ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത ആളെ ഖുതുബന്റെ ജുമാന്റെ കൂലി പോയി. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മിമ്പറുമ്മ ഇമാമ് കയറിയാൽ പിന്നെ മൊബൈൽ തൊടാൻ പാടില്ല, പേഴ്സ് എടുക്കാൻ പാടില്ല, ചിത്രം കളിക്കാൻ പാടില്ല, വിരലുകൊണ്ട് കളിക്കാൻ പാടില്ല. ജുമാന്റെ കൂലി നഷ്ടപ്പെടും. റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കാനോ ഒന്നും പാടില്ല. ഖുതുബ നടക്കുമ്പോൾ ഒരു പരിപാടിയും പാടില്ല. അതൊക്കെ അതിന്റെ മുമ്പ് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ തൊടാൻ പാടില്ല. നമ്മുടെ അക്ഷര വിളിച്ചു കഴിഞ്ഞാൽ മിമ്പറിലേക്ക് ഖതീബ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും പാടില്ല. ജുമാ ഖുതുബ അങ്ങ് നഷ്ടപ്പെട്ടു, ജുമാന്റെ കൂലി അങ്ങ് നഷ്ടപ്പെട്ടു. അങ്ങനെ ആയി പോകരുത്. പലയിടത്തും കാണാൻ അങ്ങനെ ഫോട്ടോ എടുക്കണതും റെക്കോർഡിങ് ചെയ്യണമൊക്കെ മൊബൈൽ എടുത്തിട്ട് അറിയാത്തോണ്ടാണ്, ചെയ്യാൻ പാടില്ല. ഖുതുബ കഴിഞ്ഞാൽ അതും പറ്റിയിട്ടല്ല, അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈ പള്ളിയുടെ പുനരുദ്ധാരണം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വളരെ ചെറിയൊരു മഹല്ല്, വളരെ കുറഞ്ഞ ആളുകളുള്ള ഈ ചുറ്റുപാടിൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെയൊക്കെ വിയർപ്പുതുള്ളിയാണ് ഈ പള്ളിയുടെ ഭാഗമായി മാറിയിട്ടുള്ളത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു പക്ഷിക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര, ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന അത്ര ചെറുത് അള്ളാഹുവിന്റെ ഭവനമായി നിങ്ങൾ നിർമ്മിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ മെഹ്റാബ് തന്നെ എത്ര പക്ഷിക്ക് ഇരിക്കാം? ഒരു പക്ഷിക്ക് ഇരിക്കാവുന്ന സ്ഥലം എന്നാ പറഞ്ഞു. അപ്പൊ അത്രയും ചെറിയൊരു സ്ഥലം തന്നെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പണിതു കൊടുത്താൽ അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരു വീട് പണിതു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അത് എത്ര ചെറിയ സംഭാവനയാണെങ്കിലും വലുതാണെങ്കിലും ഇന്നല്ലാഹ ലയുകസ്സിറുൽ ഖലീൽ വയുബാരിക്. അല്ലാഹു തആല വളരെ കുറഞ്ഞതാണെങ്കിലും അതിൽ ബറക്കത്ത് ചെയ്യാനും അതിൽ വർദ്ധിപ്പിക്കാനും അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹു നിങ്ങൾ ഓരോരുത്തരുടെയും സംഭാവനകളും നിങ്ങളുടെ സ്വതക്കകളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ച ഒരു വിഷയം മാത്രം ഞാൻ ഉണർത്തുകയാണ്. മനുഷ്യ സമൂഹം നഷ്ടത്തിലാണ് എന്ന് അല്ലാഹു പറഞ്ഞ ഒരു സൂക്തമാണ്, ഒരു സൂറയാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം, അസ്റിന്റെ സമയത്തെ തന്നെയാണ് സത്യം. അങ്ങനെയൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്, മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ്. അപ്പൊ നമ്മൾ ആരും നഷ്ടം ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, നമ്മൾ പറ്റിക്കപ്പെട്ടതായിരുന്നു എന്ന് ബോധ്യപ്പെട്ട നമുക്ക് വല്ലാത്ത ദേഷ്യം കടക്കാരോട് തോന്നൂലേ അല്ലേ? നമ്മൾ ബസ് കയറി പോന്നു, ബാക്കി ചില്ലറ തരാന്ന് പറഞ്ഞു, ഓട്ടപ്പടവും കഴിഞ്ഞു പോയിട്ടും ചില്ലറ തന്നില്ല, നമ്മളത് വാങ്ങിക്കാണ്ട് ഇറങ്ങിപ്പോന്നു. ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നമുക്ക് തോന്നിപ്പോയാൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നും. കച്ചവടം ചെയ്തു, നഷ്ടമായി, വല്ലാത്ത വേദന അല്ലേ? മനുഷ്യൻ നഷ്ടത്തിലാണ്. നഷ്ടം സംഭവിക്കാത്തവർ 4 കാര്യങ്ങൾ ചെയ്യുന്നവരൊഴികെ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഇല്ലല്ലദീന ആമനു ഈമാൻ ഉണ്ടാവുകയും, അല്ലാഹുവിൽ ഈമാൻ ഉണ്ടാവുക, അടിയുറച്ച ഈമാൻ, വഅമിലുസ് സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ജനങ്ങളോട് നന്മ ചെയ്യണമെന്ന് പറയുകയും സത്യം ഉപദേശിക്കുകയും ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ്.
അല്ലാഹു തആല വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഈമാനിനെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ പറയാ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്തേക്കാം. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. വേലിയേറ്റം, വെള്ളം കൂടുക കുറയുക എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യ ഹൃദയത്തിലെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ. യസീദു ബിത്ത്വാഅതി വയൻഖുസു ബിൽ മആസി, നന്മ ചെയ്താൽ, സുകൃതങ്ങൾ അനുഷ്ഠിച്ചാൽ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈമാൻ വർദ്ധിക്കുകയും വയൻഖുസു ബിൽ മആസി, തെറ്റുകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറഞ്ഞു പോവുകയും ചെയ്യും എന്നും മഹാന്മാരായ പണ്ഡിതൻ ഇമാം ബുഖാരി തങ്ങളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യസീദു ബിത്ത്വാഅതി വയൻഖുസു ബിൽ മആസി, നന്മ കൊണ്ട് അല്ലെങ്കിൽ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കുകയും, അല്ലാഹു അങ്ങനെ വർദ്ധിക്കുന്നതിൽ നമ്മൾ പെടുത്തി തരട്ടെ. സ്വഹാബിമാരൊക്കെ വല്ലാത്ത പേടിയിലായിരുന്നു, ഈമാൻ കുറഞ്ഞു പോകുന്നുവോ എന്ന ഭയത്തിൽ. നമ്മളാരും അങ്ങനെ പേടിക്കുന്നില്ല എന്നതാണ് വലിയ അത്ഭുതം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഇബ്നുൽ ഖത്താബ് കാന ഇസ്ലാമുക നസ്റ വജിഹാദുക ഫത്ഹ വഇമാറതുക ഇസ്സ. ഉമറന്നവരെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന് അഭിമാനമല്ലേ? നിങ്ങൾ ധർമ്മസമരം ചെയ്തത് മുസ്ലിം ലോകത്തിന്റെ വിജയമല്ലേ? നിങ്ങൾ അധികാരമേറ്റെടുത്തത് ഈ ലോകത്തിന് കിട്ടിയ ഏറ്റവും നല്ല സംഭാവനയല്ലേ? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? സ്വഹീബത്ത് റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചവരല്ലേ? നിങ്ങൾക്ക് എന്തിനാ പേടിക്കുന്നത്? വയറ് കുത്തേറ്റ് വയറാകെ പൊളിഞ്ഞു കിടന്ന് ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോഴാണ് ഈ വാക്കുകൾ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ ഈമാൻ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴമർ തങ്ങൾ പറഞ്ഞു, ഇലൈക അന്നി ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരപുത്ര, നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കോ? ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ലൗ അന്ന ഉമ്മ ഉമർ ലം തലിദ് ഉമർ, ഉമറിന്റെ ഉമ്മ ഉമറിനെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, യാ ലൈതനി ഷജറതൻ തുഅദദ്, പിഴുതുമാറ്റപ്പെടുന്ന ഒരു വൃക്ഷമായി ഞാൻ മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് പേടിയിലാണ്. നിങ്ങൾ എന്താണ് എന്നെ പറ്റി പൊക്കി പറയുന്നത് എന്ന് ചോദിച്ചു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉള്ള സത്യം പറഞ്ഞതാണ്. പക്ഷേ എന്റെ പേടി, എന്റെ ഈമാന് നഷ്ടമില്ല. എനിക്ക് നാളെ സ്വർഗം വേണമെന്നോ നരകം ലഭിക്കരുതെന്നോ ആ ഒരു ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് പേടിയാവുന്നു. എന്റെ ഈമാൻ എനിക്കങ്ങ് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ അത്രയാണ് ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇന്ന് നമ്മുടെയൊക്കെ ഈമാൻ വളരെ പെട്ടെന്ന് കെട്ടുപോകുന്ന ഒരു ചുറ്റുപാടിലാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും വായിക്കുന്നതും അല്ലാഹുവിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടുപോകുന്നവയാണ്. അല്ലാഹു തആല അല്ലാഹുവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നന്മകൾ വായിക്കാനും കേൾക്കാനും അറിയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന മിനൽ ഖുലൂബി ഖൽബൻ, ചില ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയങ്ങൾക്കുമേൽ ആ ഹൃദയങ്ങൾക്കുമേൽ ഒരു തരം പാപങ്ങളുടെ മേഘപടലങ്ങൾ കടന്നു വരും. അങ്ങനെ ഹൃദയത്തിന് ഇരുട്ട് പിടിക്കും. ഇതാ ജല്ലത്ത്, ആ ഒരു മേഘപടലം ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നവരെ, ഹൃദയങ്ങൾക്ക്, എല്ലാ മനുഷ്യ ഹൃദയങ്ങൾക്കും ഒരുതരം ചന്ദ്രന്റെ പ്രഭയിൽ, രാത്രിയിൽ ചന്ദ്രപ്രഭയുടെ താഴെ മേഘം വന്ന് മൂടിക്കളയുന്ന പോലെ പാപങ്ങളാൽ മനുഷ്യന്റെ ഹൃദയം മൂടിക്കളയപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമുക്ക് തെറ്റുകളെ സംബന്ധിച്ചൊരു പേടിയില്ലാതെ പോകുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി ഖൽബുൻ ഫീഹി കൽബുൻ വസ്സുവർ, രൂപങ്ങളോ ചിത്രങ്ങളോ ഉള്ള ഒരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ നായയെ സൂക്ഷിക്കുന്ന വീട്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വരികയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു, അല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സത്യമാണ്. അതിനെ ഒരു ഉദാഹരണമായി പറയുകയാണ് ആലിമീങ്ങൾ. ഒരു വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തിന്മകളുടെ നായകളും തിന്മകളുടെ രൂപങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഅരിഫത്ത് എങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക? സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഈമാനും നമ്മുടെ ഖൽബിലേക്ക് വരണമെങ്കിൽ അവിടെ ശുദ്ധിയാവണ്ടേ. വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു നായ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുഫസ്സിരീങ്ങളായ ആളുകളൊക്കെ രേഖപ്പെടുത്തി, ഇബ്നു കസീർ തങ്ങൾ അടക്കമുള്ള ആളുകൾ, ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരാൻ വൈകിപ്പോയ ഒരു രംഗമുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ നിങ്ങൾ എന്താ വരാത്തത്? മറുപടി പറഞ്ഞു, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, നബിയേ അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല മലക്കുകൾക്ക്. ഞാൻ എന്താ വരാത്തതെന്നറിയോ? അങ്ങയുടെ വീടിന്റെ ഒരു കർട്ടനാക്കി വെച്ച തുണിയിൽ ജീവികളുടെ രൂപങ്ങളുണ്ടല്ലോ നബിയേ, അതുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ വരിക? അതുമാത്രമല്ല, അങ്ങയുടെ കട്ടിലിന്റെ താഴെ ഒരു ജീവനുള്ള നായക്കുട്ടി, ഒരു ജറുവൻ, ഒരു ചെറിയ നായക്കുട്ടി ഉണ്ടല്ലോ, അത് പുറത്തു കടക്കാതെ എനിക്ക് എങ്ങനെ വരാൻ കഴിയും എന്ന് പറഞ്ഞപ്പോഴാണ് നബി നിങ്ങൾ നോക്കുന്നത്, ആ വീടിനകത്ത് ഒരു ചെറിയ നായക്കുട്ടി കയറിക്കൂടിയിരുന്നു. അതിനെ പുറത്താക്കുകയും ആ കർട്ടൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നബി അത് നിങ്ങൾ 2 കഷ്ണമാക്കി, അതുകൊണ്ട് 2 തലയണ ഉണ്ടാക്കിയാൽ മതി ചാരി ഇരിക്കാൻ പറ്റുന്ന. ആ കർട്ടൻ നിങ്ങൾ എടുത്തു മാറ്റണം, അല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ മലക്കുകൾക്ക് വരാൻ കഴിയുക എന്ന് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അത് നബുവത്തിന്റെ ആദ്യകാലത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു രൂപം വെച്ചപ്പോ, ഒരു രൂപമുള്ള ഒരു കർട്ടൻ, ഒരു തുണി, ഒരു കാർപ്പറ്റ് കിട്ടിയപ്പോ ഹബീബായ നബി തങ്ങൾ ആ വീട്ടിലേക്ക് കടക്കാതെ പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരൊക്കെ ധരിക്കുന്ന ചില ബ്രാൻഡ് ടീഷർട്ടുകൾ ഉണ്ടാവും, പ്യൂമ ഫോർ എക്സാമ്പിൾ, ഒരു ചീറ്റയുടെ ഒരു പുലി ഇങ്ങനെ ചാടുന്ന പോലുള്ള, അതൊക്കെ ഇട്ട് നിസ്കരിച്ച നിസ്കാരം എന്താവുന്ന അല്ലാഹു അലം. രൂപങ്ങൾ, ജീവികളുടെ രൂപങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് കുറ്റകരമാണ്. ചില ഡ്രസ്സുകളുടെ ഒക്കെ ചില ബ്രാൻഡുകളിൽ അങ്ങനെ ജീവികളുടെ കഴുത്ത്, ജീവികളുടെ കൊമ്പ്, തല, ചില ജീവികളെ തന്നെ അങ്ങനെ തന്നെ ഒരു പോത്തിന്റെ രൂപം അങ്ങനെയൊക്കെ ഉണ്ടാവും. റെഡ് ബുള്ളിന്റെ ഒക്കെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഒരു പോത്തല്ലേ കാണിക്കുന്നത്, കാളയല്ലേ, കാളക്കൂച്ചനല്ലേ. ഈ ബ്രാൻഡ് എടുത്ത് ഉപയോഗിക്കുമ്പോഴേ അതിൽ രൂപങ്ങളുണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് വരെ നിസ്കാരത്തിന്റെ സാധുതയെ അല്ലെങ്കിൽ അതിന്റെ സ്വീകാര്യതയെ അത് ബാധിക്കും, പേടിക്കണം. കാരണം സ്വഹീഹാവില്ല എന്ന് പറയാൻ കഴിയില്ല, സ്വഹീഹാവാം, പക്ഷേ അത് അള്ളാഹു എത്രത്തോളം സ്വീകരിക്കും എന്നതാണ് വിഷയം. അപ്പോ മഹാന്മാര് പറയാണ്, ഒരു നായക്കുഞ്ഞുണ്ടായിരിക്കെ ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വരില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ ഒരു ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ആ ഹൃദയം ശുദ്ധമാവണ്ടേ. നമ്മുടെ ഖൽബിനുള്ളിൽ സിനിമയും പാട്ടും മ്യൂസിക്കും കഥകളും ഗീബത്തും നമീമത്തും ബാക്കിയുള്ളവരെ പറ്റിയുള്ള കുറ്റവും കുറവും ബാക്കിയുള്ളവരെ സംബന്ധിച്ചുള്ള പരാതികളും തിന്മകളെ കുറിച്ചുള്ള ചിന്തകളുമാണെങ്കിൽ ആ ഹൃദയത്തിനുള്ളിൽ തിന്മകളുടെ നായ്ക്കോലങ്ങളുണ്ട് എന്നതിനർത്ഥം. കിലാബുൽ മആസി എന്നാണ് ആലിമീങ്ങൾ പറയാ. അങ്ങനത്തെ ആശയം കൊണ്ടുണ്ടാകുന്ന ജീവി നായ, അല്ലെങ്കിൽ രൂപങ്ങൾ, യഥാർത്ഥ രൂപങ്ങളോ നായ ഉണ്ടെങ്കിൽ മലക്കളോട് വരില്ല, ഉറപ്പ് തന്നെ. മനുഷ്യ ഹൃദയത്തിനുള്ളിൽ ആ ജീവികളല്ല, അതിന് സമാനമായ തിന്മകൾ നമ്മുടെ ഖൽബിൽ ഉണ്ടാകുമ്പോ അവിടെ എങ്ങനെയാണ് അല്ലാഹു കൈഫ തദ്ഖുലുൽ മഅരിഫതു ഖൽബൻ ഫീഹി സുവറുൽ മആസി വൽ കിലാബ് എന്ന് മഹാന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ. ഖൽബുകൾ അങ്ങനെ ശുദ്ധമായാൽ ഹൃദയത്തിന് അല്ലാഹു നൽകുന്ന ഒരു വലിയ വല്ലാത്തൊരു വെളിച്ചമുണ്ട്. ഹൃദയത്തിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആളുകളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത്. ജുമുഅ ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഓടി വന്ന് പള്ളിയുടെ ബാക്കിൽ ജുമുഅ നടക്കുമ്പോൾ അവസാനത്തെ സഫിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. ഉസ്മാൻ തങ്ങൾ ഖുതുബന്റെ ഇടയിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു, വ്യഭിചാരത്തിന്റെ അടയാളവുമായി ചില ആളുകൾ റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് കയറിയിരിക്കുകയാണോ? വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിലുണ്ട്, അങ്ങനത്തെ ആളുകൾ വന്ന് കയറിയിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, എന്നെ പറ്റിയാണല്ലോ പറയുന്നത്. മദീനയിലൂടെ വരുമ്പോ, അങ്ങാടിയിലൂടെ വരുമ്പോഴേ മുമ്പിൽ നടന്നുപോയ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കാണെ ഒരു കാറ്റടിച്ചപ്പോ ആ പെണ്ണിന്റെ ശരീരം കണ്ടുപോയ, കാലിന്റെ ഭാഗം കണ്ടുപോയ ഒരു സ്വഹാബി. പക്ഷേ ജുമുഅക്ക് വരും തിരക്കില് തൗബ ചെയ്യാനോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനോ ഒന്നും തോന്നിയില്ല, മറന്നുപോയി. അങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് ഉസ്മാൻ തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി കടന്നു വരികയാണോ? അദ്ദേഹം പേടിച്ചു. അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലൊക്കെ വഫാത്തായി പോയിട്ട് ഇപ്പോഴും വഹി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു.
ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോഴും വഹയുമായി വരുന്നുണ്ടോ? അള്ളാന്റെ റസൂലിനെ അങ്ങനെയൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങാടിയിൽ വെച്ച് നടന്ന എന്റെ അനുഭവം മിമ്പറിൽ കിടക്കുന്ന ഉസ്മാൻ എന്നവർ എങ്ങനെ അറിഞ്ഞു? ഇത് വഹയാണോ എന്ന് ചോദിച്ചു. അതിന് മറുപടി കൊടുത്തു ഉസ്മാൻ എന്നവർ മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ, ലാ, വഹയല്ല, വലാകിന്നഹു ഫിറാസ, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയലാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ മുഖത്തേക്ക് നോക്കിയാൽ മനുഷ്യന്റെ പാപങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹു ഹൃദയ വെളിച്ചം കൊടുക്കുന്ന ആളുകൾ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഒരു സത്യവിശ്വാസി നോക്കുന്നത് അല്ലാഹു നൽകുന്ന ഹൃദയ വെളിച്ചത്തിലാണ്. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ. അങ്ങനെ ഒരു കാണാനുള്ള കഴിവിലേക്ക് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു മാറ്റി തരുന്ന, അവർക്ക് കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയും. ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം വരും. അള്ളാഹുവിന്റെ ഇബാദത്തിന് ഒരു ഉത്സാഹം വരും. നമുക്കൊക്കെ അതാണ് വേണ്ടത്. പള്ളിയായി കഴിഞ്ഞു, മസ്ജിദ് तो बना दी शब्भर में ईमान की हरारत वालों ने मन अपना पुराना पापी है बरसों में नमाजी बन न सका. പള്ളിയായി കഴിഞ്ഞു, പക്ഷേ അള്ളാഹുവേ ആ പള്ളിയിൽ നിരന്തരം ജമാഅത്തിന് വന്ന് നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരനായി മാറാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നൊരു പരിതാപം നമുക്ക് വേണമെന്ന്. പള്ളിയിലേക്ക് വരുമ്പോ നബി ഞങ്ങൾ ദുആ ചെയ്തിരുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ലീ നൂറാ, അല്ലാഹുമ്മ ജഅൽ ഫീ ബസ്വരി നൂറാ, അല്ലാഹുമ്മ ജഅൽ ഫീ ഉദുനി നൂറാ, വഫീ മുഖി നൂറാ, വഫീ അദ്മി നൂറാ, വഫീ ലഹ്മി നൂറാ, വമിൻ ബൈനി യദയ്യ നൂറാ, വമിൻ ഖൽഫി നൂറാ, വഅൻ യമീനി നൂറാ, വഅൻ ശിമാലി നൂറാ, വമിൻ തഹ്തി നൂറാ, വമിൻ ഫൗഖി നൂറാ, അല്ലാഹുമ്മ അഅ്ദിം ലീ നൂറാ. നബി ഞങ്ങൾ ദുആ ഇറക്കുമായിരുന്നു സ്വല്ലല്ലാഹു. അല്ലാഹുവേ എനിക്ക് പ്രകാശം നൽകണേ. അല്ലാഹു എൻ്റെ വലതും എൻ്റെ ഇടതും പ്രകാശം നൽകണേ. എൻ്റെ മുമ്പിലും എൻ്റെ ബാക്കിലും പ്രകാശം നൽകണേ. എൻ്റെ മീതയും എൻ്റെ താഴെയും പ്രകാശം നൽകണേ. എൻ്റെ കണ്ണുകളിലും കാതുകളിലും മനസ്സിലും ചിന്തയിലും എൻ്റെ മാംസത്തിലും മജ്ജയിലും അല്ലാഹു ഫീ അസ്ബി എൻ്റെ ഞരമ്പുകളിലും നീ പ്രകാശം നൽകണേ എന്ന് തങ്ങൾ ദുആ ഇറക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രകാശമാണ് മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ടത്. അത് കിട്ടുന്നത് നിത്യമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഇബാദത്തിലൂടെയാണ്. ഓരോ മുഅ്മിനായ മനുഷ്യനും ഒരു വിർദ് വേണമെന്ന് പറയും ആലിമീൻ. ജീവിതത്തിൽ പതിവാക്കുന്ന എല്ലാ രാത്രിയിലും ഒരു ആയത്തിൽ കുറിച്ച് ഓതുന്നു. അതൊരു വിർദ, ഒരു പതിവാക്കല. ഒരു കാര്യം ചെറുതെങ്കിലും ഖൈറുൽ ഉമൂരി അദ്വമുഹാ ഇൻ ഖല്ല. നമ്മൾ ചെയ്യുന്ന അമലുകൾ എത്ര ചെറുതാണെങ്കിലും നിരന്തരം ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഒന്നുകിൽ തബാറക സൂറത്ത് ഓതുന്നു എല്ലാ രാത്രിയിലും, അല്ലെങ്കിൽ തബാറകയും യാസീനും സൂറത്തു ദുഖാനും വാഖിഅയും സജദയും ഒക്കെ ഓതുന്നു. ഇതൊന്നും കഴിയാത്ത ഒരാളാണ് മിനിമം ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതും. അത് മരണം വരെ കൊണ്ടുനടക്കുക. അത്രേ പറ്റുള്ളൂ, അത് മതി. കുറേ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പറ്റുന്നത് എന്ത് ചെയ്യാ? നിരന്തരം അങ്ങനെ ഒരു വിർദ് നിരന്തരം നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കർമ്മമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലെന്ന് നമുക്കും പെണ്ണും കുട്ടിയൊന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പിശാചുക്കൾ മനുഷ്യനെ കടന്നു പിടിക്കുന്ന നമ്മൾ ദിക്ർ ചൊല്ലാതിരിക്കുമ്പോഴാണ്, നമ്മുടെ നാവിൽ ദിക്ർ വരാതിരിക്കുമ്പോഴാണ്. നാവിലെപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാവ് നനയണം എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ഒരു പ്രായമുള്ള മനുഷ്യൻ, വളരെ പ്രായമുള്ള മനുഷ്യൻ, അയാളുടെ കണ്ണിന്റെ ഹാജിബുകൾ, കണ്ണിന്റെ പുരികവും കൺപോളയും ഒക്കെ കണ്ണിലേക്ക് അങ്ങോട്ട് വീണിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അത്രക്ക് പ്രായമായ മനുഷ്യൻ, പ്രായമായിട്ട് കൺപോളകൾ പോലും ആ മനുഷ്യൻ വന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ചെയ്യാതെ പോയ ഒരു തെറ്റുമില്ല നബിയെ, എനിക്ക് നന്നാവണം തോന്നുന്നു, എനിക്ക് നന്നാവാൻ പറ്റുമോ? എപ്പോഴാ ചോദിക്കുന്ന അറിയോ? 95 കഴിഞ്ഞിട്ട്. എനിക്ക് നന്നാവാൻ തോന്നുന്നു നബിയെ, ഞാൻ ചെയ്യാത്ത തെറ്റൊന്നുമില്ല. മാമിൻ ദംബിൻ ഇല്ലാ അദ്നബ്തു, ഞാൻ ചെയ്യാത്ത ഒരു തെറ്റില്ല നബിയെ. ഞാനൊരു തെറ്റ് ഒരു തെറ്റും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ നന്നാവാൻ തോന്നുന്നു. ഇനിയിപ്പോ എന്താ നന്നാവാൻ തോന്നായി? 95 ആയില്ലേ, ഉറപ്പല്ലേ നന്നാവുന്നു. പക്ഷെ ആ മനുഷ്യൻ വന്ന് ചോദിച്ചു നബി തങ്ങളോട് സ്വല്ലല്ലാഹു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളോട് നബിയെ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? എന്തേ പുറത്തു തരാത്തത്? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരും, അല്ലാഹു പുറത്തു തരുമല്ലോ. ഇത്തഖില്ലാഹ ഫീമാ ബഖി, ഇനി വരാനുള്ള ജീവിതം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ മതി. ഇനി വരാനുള്ളത് അല്ലാഹുവിനെ സൂക്ഷിക്കുക. എത്ര ഉണ്ടാവും ഇപ്പൊ വരാനുള്ളത്? എത്ര കാണുപ്പത്? ആ സമയം പോലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ കാലത്തെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിത്തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിപ്പോ ഈ പള്ളിയിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാം, ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് കളിച്ചൊക്കെ ജീവിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നന്നാവാൻ തീരുമാനിക്കാം എന്ന നിയ്യത്ത് ഖൽബിലേക്ക് വന്നാൽ, അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്താൽ, അത് നിങ്ങളിപ്പോ മനസ്സിലെടുത്താൽ മതി.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി മരിക്കണവരെ സമയമായി, അത്ര കുറഞ്ഞ കാലമുള്ള ജീവിതം, ഇനി ഞാൻ പഴയ പോലത്തെ കുറ്റക്കേടൊന്നും ചെയ്യൂല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കി കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകൾ അല്ലാഹു മാപ്പാക്കി തരിക മാത്രമല്ല, ആ ഒരു പശ്ചാത്താപം കാരണം തിന്മകളെ അല്ലാഹു നന്മകളാക്കി രേഖപ്പെടുത്തും എന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു, അവർ നന്മ ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും. അല്ലാഹു അക്ബർ. ഇത് വലിയൊരു അത്ഭുതമല്ലേ? തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റി കൊടുക്കുക. വേറൊരു പ്രായമുള്ള ആൾ വന്ന് ചോദിച്ചു, നബിയെ ഖദ് കസുറ അലയ്യ ശറാഇഉൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്ന് കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയെ, ഒരുപാടുണ്ടല്ലോ, അത് ചെയ്യണം ഇത് ചെയ്യണം, അത് അങ്ങനെ ആ ദിക്ർ ഈ ദിക്ർ ആ ദുആ ഈ ദുആ, നബി എനിക്ക് അതൊന്നും പറ്റുന്നില്ല. ഹജ്ജും ഉംറയും കാര്യങ്ങളും ഒക്കെ ഞാൻ നിർബന്ധമുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, സകാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്, നോമ്പ് നിസ്കാരമൊക്കെ ഉണ്ട് നബിയെ, പിന്നെ സുന്നത്തായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, എന്നെ കൊണ്ട് അത്രയൊന്നും കഴിയില്ല. എന്നാ പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം ദുല്ലനി അലാ അമലിൻ അതസബ്ബതു ബിഹി, നബിയെ ഞാൻ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു കാര്യം പറഞ്ഞു, ഈ കുറെ വേണ്ട, പ്രായമുള്ള ഒരാളാണ്, ഒന്ന് മതി നബിയെ, ഒന്ന് മതി, അത് ഞാൻ കൊണ്ടു നടന്നോളാം, എനിക്ക് സ്വർഗ്ഗത്തിലെത്തണം. തങ്ങൾ പറഞ്ഞ മറുപടി, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. നാവ് ദിക്ർ കൊണ്ട് നനയണം. നാവ് ദിക്ർ കൊണ്ട് നനയാന്ന് പറഞ്ഞപ്പോൾ എന്താ, എപ്പോഴും വെറുതെ വർത്തമാനം പറയാതിരിക്കാൻ, അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയണം, അതല്ല സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്തൊക്കെ നമുക്ക് ദിക്റുണ്ടോ അല്ലേ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നാവ് ദിക്ർ കൊണ്ട് നനയ, അത് മതി നിങ്ങൾക്ക്, ഒന്നല്ലേ വേണ്ടോ, ഈ ഒന്ന് പിടിച്ചോ, അത് മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണത്. അങ്ങനെ ആകുമ്പോഴേ ഈമാനെ പിടിച്ചു നിർത്താൻ പറ്റും. നാവ് കൊണ്ട് ദിക്ർ ഇല്ലെങ്കിൽ പിശാചുക്കളെ ദേഹത്ത് കയറിക്കും. പക്ഷെ ദിക്ർ ചൊല്ലുന്ന ഒരാൾ, അയാളുടെ അടുത്ത് പിശാച് വന്നാൽ ഈ മനുഷ്യൻ, ഇപ്പൊ നമ്മള് തിന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പലിശയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗമാണത്. പലിശ തിന്നുന്ന ആളുകളെ പിശാചുബാധ ഏറ്റവരെ പോലെയാണ്, പിശാചുബാധ ഏറ്റവരെ പോലെയാണ്. ലാ യഖൂമു ഇല്ലാ കല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, അതായത് പിശാചുബാധ ഏറ്റ ഒരു മനുഷ്യന്റെ അവസ്ഥ ഏതാ, അതുപോലെ നമ്മള് മനുഷ്യന്മാരുടെ പേര് ജിന്നു കൂടി എന്ന് പറയില്ലേ, എന്ന പോലെ ജിന്നുകളുടെ കൂടെ മനുഷ്യനും കൂടി എന്ന് ജിന്നുകളിൽ പറയപ്പെടുന്നുണ്ട്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവര് ദിക്ർ ചൊല്ലുന്ന ഒരാളെ പഴപ്പിക്കാൻ ഒരു ഇബ്ലീസ് വന്നാൽ ആ ഇബ്ലീസിന്റെ ദേഹത്തെ ദാക്കിറായ മനുഷ്യന്റെ റൂഹ് സന്നിവേശിക്കുകയും ആ പിശാച് കടന്നു പടക്കുകയും ചെയ്യും. പിശാച് ദേഹത്തോട്ട് ജിന്ന് ഇങ്ങോട്ട് കയറിയാൽ ഒരു മനുഷ്യൻ താഴെ വീണ് പടക്കണ പോലെ പിശാച് പടക്കുമ്പോ പിശാചുങ്ങൾ ഒന്ന് ചോദിക്കുക, അല്ലടോ ഇവൻ എന്താ പറ്റിയത്? അപ്പൊ അവര് പറയും മസ്സഹുൽ ഇൻസ്, അവനെ ഒരു മനുഷ്യൻ കൂടിയിട്ടുണ്ടോലോ എന്ന് പറയുന്നു. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ സ്വൈദുൽ ഖാത്തിറിൽ ഈ വിഷയം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, ദിക്ർ ചൊല്ലുന്ന ആളുകളെ പിശാചിന് പിടിച്ചേക്കാൻ കഴിയില്ല, പിശാച് ഓടിപ്പോകും അവരെ കൊണ്ട്. ആയത്തുൽ കുർസി ഓതുന്നവരങ്ങനെയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബിനെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഒരു സ്വഹാബി ഒരു ജിന്നിനെ കണ്ടുമുട്ടി, ഒരു ഇഫ്രീത്ത്, ഒരു ഭീമാകാരനായ ശൈത്താനിനെ അയാളുടെ കൈയിന് പിടിച്ചു. കൈ പിടിച്ചു നോക്കുമ്പോൾ കൈ വളരെ ചെറുതാണ്, നായകളുടെ കൈ പോലെ ചെറുതാണ് എന്നാണ്. അപ്പൊ ആ സ്വഹാബി ചോദിച്ചത്രേ, നീ എന്താ ഇങ്ങനെ? ഞാൻ ഭയങ്കര ശക്തനായ ഒരു ജിന്നാണ്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഞാൻ ആകെ ചെറുതായി പോയി. പക്ഷേ എന്നെ നിങ്ങൾക്കൊന്ന് മറിച്ചിടാൻ പറ്റുമോ? എന്നെ ഒന്ന് മൽപിടുത്തത്തിൽ തോൽപ്പിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ പറഞ്ഞുതരാം ചില കാര്യങ്ങൾ. അങ്ങനെ ആ സ്വഹാബി മൽപിടുത്തം നടത്തി ആ പിശാചിനെ താഴെ പറഞ്ഞു. ഇനി പറയുന്നു, നീ എന്താ ഇങ്ങനെ ദുർബലനാവാൻ കാരണം? പറഞ്ഞുതരാ, എന്നെ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ മൽപിടുത്തം നടത്താം. അങ്ങനെ ഒരു സ്വഹാബി ഒരു പിശാചിനെ മൽപിടുത്തം നടത്തി താഴെയിട്ടു. മൂന്നാമത്തെ തവണ ആ സ്വഹാബി ചോദിച്ചു, ഇനി പറയ്, നീ എന്താ ഇങ്ങനെ ദുർബലനായി പോയത്? പറഞ്ഞു, ഫഇന്നക തുക്സിറു മിൻ ഖിറാഅത്തി ആയത്തിൽ കുർസി, നിങ്ങൾ ആയത്തുൽ കുർസി വല്ലാതെ ഓതുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ താങ്കളുടെ മുമ്പിൽ ഞങ്ങൾ ഭീമാകാരങ്ങളായ
ജിന്നുകൾ വന്നാൽ, ശൈത്താന്മാർ വന്നാൽ ഞങ്ങൾ പിന്നെ നായകളെ പോലെ, വളരെ ചെറിയ ജീവികളെ പോലെ ആയി പോവാണ്. അപ്പൊ സ്വഹാബികളൊക്കെ ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരോട്, ആരായിരുന്നു സ്വഹാബി? ആ ജിന്നിനെ തള്ളിയിട്ട സ്വഹാബി ആരായിരുന്നു? കുറേ ചോദിച്ചു പറഞ്ഞു കൊടുത്തു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അത്രയും ശക്തനായ മഹാൻ, ദിക്ർ കൊണ്ട് കാവലുണ്ടായ മഹാൻ. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടം അല്ലാഹു നശിച്ചു പോകുന്നവർ, നഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞവരിൽ പെട്ടുപോകാതെ ഈമാനിന്റെ വെളിച്ചമുണ്ടായി നാവിൽ ദിക്റും ജീവിതത്തിൽ വിശുദ്ധിയുമായി കടന്നു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഉമ്മത്തിനെയും നമ്മുടെ മഹല്ലുകാരെയും നമ്മുടെ നാട്ടുകാരെയും മുസ്ലിം ഉമ്മത്തിനെ മൊത്തം അല്ലാഹു തആല സ്വാലിഹീങ്ങളും നല്ലവരാക്കി തരട്ടെ. നമ്മുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഖബറുകളിൽ അല്ലാഹു നാളെ പ്രകാശം നൽകട്ടെ. മരിച്ചുപോയ ഒരുപാട് മഹാന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ കർണാടക ഭാഗങ്ങളിലൊക്കെ പ്രശസ്തനായിരുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ, വളരെ സാത്വികനായ ഒരു സൗമ്യനായ ഒരു മഹാപണ്ഡിതൻ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. അല്ലാഹു മഹാനുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് പടുത്ത് വഫാത്തായി, മഹാന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരുപാട് മഹത്തുക്കള്, സ്വാലിഹീങ്ങളായി ജീവിച്ച ആളുകള് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അവർക്കൊക്കെ അല്ലാഹു നൽകിയ നല്ല മരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ മർഹൂം ടി.പി. ബി ഫാത്തിമ അവരുടെ പാവന സ്മാരക കുടിവെള്ള പദ്ധതി അത് സ്പോൺസർ ചെയ്യുന്ന കെ.പി. ഫാമിലി ഒട്ടപ്പടവ്. അവര് കോളേജിലേക്ക് അല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അത് ഏതൊരു മഹദിയുടെ പേരിലാണോ നമ്മുടെ ഷാഫിഖിന്റെ ഉള്ളത്, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. സയ്യിദന്മാരും സദാത്യങ്ങളും ഒക്കെ ഉള്ള സദസ്സാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ ഇതുപോലുള്ള കുടിവെള്ള പദ്ധതി, ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക. അത് കിണർ കുഴിച്ചു കൊടുക്കലാവാം, കുടിവെള്ള പദ്ധതിയാവാം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അതൊക്കെ എത്രത്തോളം ആളുകൾ അത് ഉപകാരം എടുക്കുന്നു അതിന്റെ ഒക്കെ കൂലി ഖബറിൽ കിടക്കുന്നവർക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാൻ റബ്ബേ, ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടുത്തെ ജുമുഅയും ഖുതുബയും ഇവിടുത്തെ സൽക്കർമ്മങ്ങളെയും പള്ളിയുടെ പരിപാലനം ചെയ്തതും അല്ലാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ. ആരെല്ലാം സമയം കൊണ്ട് സമ്പത്ത് കൊണ്ട് ഒരു വാക്കുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുണ്ടോ, സ്വർഗ്ഗലോകത്തെ നീ നിന്റെ സ്വർഗ്ഗലോകത്തെ കൊട്ടാരം നൽകണേ തമ്പുരാനെ. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയുടെ ഖബറിലേക്ക് നിന്റെ മിസ്ലിലെ സവാബിനെ നീ കൊടുക്കണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ മസ്ജിദുകളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങൾ അവരൊക്കെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ദീനിന്റെ ഖാദിമീങ്ങളായ ഈ പരിപാടി മഹല്ലത്തിന്റെ ഈ മസ്ജിദിന്റെ പരിപാലകരായ ആളുകൾ ഇതുപോലെയുള്ള നന്മകളുടെ കുടിവെള്ള പദ്ധതി ചെയ്തത് അല്ലാഹു ഇതിന്റെയൊക്കെ നന്മകൾ അല്ലാഹു ജീവിതത്തിലുടനീളവും മക്കളിലേക്കും തലമുറകളിലേക്കും അതിന്റെ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹു ഹൃദയങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഖൽബിന് വെളിച്ചം നൽകണേ തമ്പുരാനെ. ഈമാൻ ഉറപ്പിച്ചു നൽകണേ റബ്ബേ. നന്മയിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റഹ്മാൻ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നീ എന്നേക്കുമായി മാപ്പ് തരണേ റബ്ബേ. അല്ലാഹുവേ, മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കാൻ ഇനി വരാനുള്ള കാലത്തേക്ക് നല്ല നിലക്ക് ജീവിക്കുമെന്ന ഒരു തീരുമാനമെടുക്കുന്നതോടുകൂടെ അതൊരു തൗബയായി നീ സ്വീകരിക്കുകയാണല്ലോ തമ്പുരാൻ. അല്ലാഹു ഞങ്ങളൊക്കെ അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ ഞങ്ങൾ മാപ്പ് തരണേ റഹ്മാനെ. ഇനിയുള്ള കാലം ഞങ്ങൾക്ക് സുമോഹനമാക്കി തരണേ നൽകണേ റബ്ബേ. പ്രകാശപൂരിതമാക്കി നൽകണേ തമ്പുരാനെ. പ്രഭയുള്ളതാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബുകളും ഞങ്ങളുടെ ശരീരവും നീ ശുദ്ധിയാക്കണേ റഹ്മാനെ.
ഹൃദയത്തിനുള്ളിലെ മോശമായ വികാരങ്ങളും തോന്നലുകളും ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ രോഗികളാണ്, അല്ലാഹു നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധമുള്ളവരെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, അല്ലാഹുവേ അവരുടെ മക്കൾ കുടുംബങ്ങളൊക്കെ രോഗികളുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റബ്ബേ. മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹു ഒരുപാട് പ്രവാസികളായ സുഹൃത്തുക്കൾ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ജോലി സംബന്ധമായ കച്ചവട സംബന്ധമായ പ്രയാസങ്ങളെ നീ ഇല്ലായ്മ ചെയ്തവർക്ക് നീ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമീൻ, ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ എല്ലാവരെയും നീ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി നൽകണേ റഹ്മാനെ. ഒരുമിച്ച് കൂട്ടി തരണേ റബ്ബേ. മാതാപിതാക്കളോടൊപ്പം ഭാര്യ, സന്തതികൾ, ഉസ്താദന്മാർ, ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ, കൂട്ടുകാരെ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ദീനിന്റെ ഗുണകാംക്ഷികൾ, പള്ളിയുടെ സഹായികൾ, അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി നൽകണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. വസ്സലാമു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടോ? മാഷാ അല്ലാഹ്, നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും തിരക്ക് കൂട്ടരുത്. അവിടെ ഭക്ഷണം, എല്ലാവർക്കുള്ള ഭക്ഷണം അവിടെ പാകം ചെയ്തിട്ടുണ്ട്. വളരെ നമ്മുമായി സഹകരിച്ച് ഭക്ഷണമൊക്കെ കൈപ്പറ്റുക ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കുള്ള ഭക്ഷണം അവിടെ നമ്മുടെ പ്രവർത്തകന്മാർ വിതരണം ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ രാവിലെ തട്ടുമല SKSSF SYSന്റെ ഓഫീസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് തന്നെ നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ തട്ടുമൽ എത്തണമെന്ന് അറിയിക്കുന്നു.